മഹാദേവൻ അവതരിച്ച കാട്ടിനുള്ളില് ഒരു ക്ഷേത്രം ബാംഗ്ലൂരുള്ള നവരാത്രിക്കും ശിവരാത്രിക്കും ഒക്കെ ആയിരത്തിലധികം വരുന്ന 4 ക്ഷേത്രങ്ങൾ ആൾക്കാർ വരുന്ന ഒരു സ്പെഷ്യൽ ക്ഷേത്രമാണ് ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ബാംഗ്ലൂരിലെ പഴക്കമുള്ള പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കാണാനാണ് പോകുന്നത്. ഇത് മല്ലേശ്വര 8 ബ്ലോക്ക് ആണ് ഉള്ളത്. ഇവിടുത്തെ ഫ്ലവർ മാർക്കറ്റ് ആണ് ഈ കാണുന്നത്. ഈ പൂവൊക്കെ വെച്ചുകൊണ്ടാണ്, പൂന്ന് വെച്ചാൽ മുല്ലപ്പൂ ഒക്കെ വെച്ചുകൊണ്ടാണ് ജസ്റ്റ് ഈ ഫ്ലവർ മാർക്കറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റോഡ് ഉണ്ട്. ആ റോഡിന്റെ ഒരു ഇറക്കമുള്ള ഒരു റോഡ്. ആ റോഡ് ഇറങ്ങിക്കഴിഞ്ഞ് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് ഈ 4 ക്ഷേത്രങ്ങൾ വരുന്നത്. ആ ഒരു ഭാഗത്താണ് 4 വീലേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ അമ്പലത്തിന്റെ വിശേഷങ്ങളും പ്രത്യേകതകളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ കാണുന്ന ക്ഷേത്രമാണ് ആദ്യത്തെ ക്ഷേത്രം, ഗംഗമ്മ ക്ഷേത്രം. നവരാത്രിക്കുള്ള ഭയങ്കര തിരക്കാണ്. നവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാംഗ്ലൂർ ആഘോഷിക്കുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ വിശേഷം ഇതിന് തൊട്ടപ്പുറത്ത് ആണ് ഞാൻ പറഞ്ഞ നരസിംഹ ക്ഷേത്രം, കാടു മല്ലികാർജുന ക്ഷേത്രം. അതിന്റെ വിശേഷമാണ് പറയുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഈ കാണുന്ന നന്ദി ക്ഷേത്രം, നന്ദിയുടെ വായിന്ന് തുടർച്ചയായിട്ട് ജലപ്രവാഹം വരുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെയും ആദ്യം കാണിച്ച ഗംഗമ്മ ക്ഷേത്രത്തിന്റെയും വിശേഷങ്ങൾ എന്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ അവസാനം ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അത് കാണാത്തവർ കാണാം. അപ്പുറത്തുള്ള 2 ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളാണ്. ഈ 4 ക്ഷേത്രങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അപ്പുറത്തുള്ള ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളാണ്. ഇതാണ് കാടു മല്ലികാർജുന ക്ഷേത്രം. ഞാൻ സ്റ്റാർട്ടിങ് ഇൻട്രോയിൽ പറഞ്ഞ മഹാദേവൻ സ്വയം അവതരിച്ചു എന്ന് പറയുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രം ഇതിന്റെ ജസ്റ്റ് അപ്പുറത്ത്, നമ്മൾ ഫസ്റ്റ് കാണിച്ച ഗംഗമ്മ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ നരസിംഹ ക്ഷേത്രം. ഈ നരസിംഹ ക്ഷേത്രത്തിന്റെ അപ്പുറത്താണ് കാടു മല്ലികാർജുന ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്നും കൂടി മുല്ലപ്പൂവിന് വിലയൊക്കെ പേശി വാങ്ങിച്ച് ഇത്തിരി കൂടി വില കുറവിന് കിട്ടി മുല്ലപ്പൂ വെച്ച് നമ്മൾ പോവാണ്. ഇതാണ് നരസിംഹ ക്ഷേത്രം ഉള്ളത്. അതിന് തൊട്ടപ്പുറത്ത് ഗംഗമ്മ ക്ഷേത്രം എന്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. അങ്ങനെ നമ്മൾ നരസിംഹ ക്ഷേത്രത്തില് ഉള്ളിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. തൊട്ടപ്പുറത്തുള്ള കാടു മല്ലികാർജുന ക്ഷേത്രത്തിലോട്ട് പോവാണ്. പോകുന്ന വഴിക്കിന് ഒരുപാട് പ്രതിഷ്ഠകളുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിന്റെ മുകളിലോട്ട് പോവാണ്. അപ്പൊ 4 വീലർ ആയിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ഗംഗമ്മ ദേവി ക്ഷേത്രത്തിന്റെ ആ ഭാഗത്ത് തന്നെ പാർക്ക് ചെയ്യുക. അവിടെ ഒരു ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. അതായത് ഫ്ലവർ മാർക്കറ്റിന്റെ ആ സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് റോഡ് ഇറങ്ങി ലെഫ്റ്റിലോട്ട് വരുമ്പോഴാണ് ആ റോഡ് കാണുക. അവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഗംഗമ്മ ക്ഷേത്രം വരുന്നത്, നരസിംഹ ക്ഷേത്രം ഈ ക്ഷേത്രമൊക്കെ വരുന്നത്. കാരണം ഇതൊക്കെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ മല്ലേശ്വരം മൊത്തം. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് വീടുകളുടെ ഭാഗത്താണ് വരിക. ചെറിയൊരു റോഡാണ്, വാഹനം പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി കാടു മല്ലേശ്വരി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, കാടു എന്ന വാക്കിന്റെ അർത്ഥം കാട് എന്നാണ്. ഇതിന് ചുറ്റും ഒരു പച്ചപ്പ് പിടിച്ചൊരു സ്ഥലം നമ്മൾ കണ്ടുല്ലോ. ഇടതോർന്ന പച്ചപ്പിനെയാണ് ഇത് കന്നഡയിൽ സൂചിപ്പിക്കുന്നത്, കാടു എന്ന വാക്ക്. ശിവൻ ഇവിടെ മല്ലികാർജുനൻ എന്ന് വിളിക്കുന്നു. സ്വയംഭൂവായി, അതായത് സ്വയം അവതരിച്ചുണ്ടായ ശിവലിംഗാണ് ഇവിടത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നു. മറാത്ത രാജവംശമാണ് ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ ഈ ക്ഷേത്രം വികസിപ്പിച്ചതെന്ന് പറയുന്നു. പിന്നെ ക്ഷേത്രത്തിന്റെ അപ്പുറത്ത് തന്നെ നന്ദി ക്ഷേത്രം, ഞാൻ പറഞ്ഞല്ലോ നന്ദീശ്വര ക്ഷേത്രം, അത് ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടുത്തെ മല്ലേശ്വരത്തെ ബാംഗ്ലൂരിലെ സ്പെഷ്യൽ ക്ഷേത്രമാണ്. അത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഉള്ളത് ആ ക്ഷേത്രം. പിന്നെ ഗംഗമ്മ ക്ഷേത്രം, അതിന്റെ വിശേഷങ്ങൾ എന്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. പിന്നെ ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചത് തഞ്ചാവൂരിലെ രാജാവായ വെങ്കോജി റാവു ബോൺസ്ലയുടെ കാലത്താണെന്ന് പറയുന്നു. പിന്നെ ഇവിടുത്തെ ഉത്സവ ശിവരാത്രി ആണെങ്കിലും നവരാത്രിക്ക് തൊട്ട് എന്താ പറയാ തൊട്ടപ്പുറത്തുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ തിരക്ക് വരുന്നതിൽ ഇവിടെയും തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നവരാത്രിക്കും ശിവരാത്രിക്കും ഒക്കെ ഈ 4 ക്ഷേത്രങ്ങൾ ഒരു ഉത്സവം പോലെ തന്നെയാണ് ബാംഗ്ലൂരിൽ. ആ ഒരു സമയത്ത് ഇവിടെയാണ് ആ ഒരു ആഘോഷവും ദീപാലങ്കാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ബാംഗ്ലൂരിലെ ഏറ്റവും പഴക്കമുള്ള 4 ക്ഷേത്രങ്ങളാണ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 6 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ക്ഷേത്രത്തിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ മന്ത്രി സ്ക്വയർ ഗ്രീൻ ലൈൻ ആണ് വരുന്നത്. ഒരു 800 മീറ്ററേ ഉള്ളൂ ഈ ക്ഷേത്രങ്ങളുടെ ഭാഗത്തോട്ട്. ഇനി ഉത്സവ ദിവസങ്ങളിലും വീക്കെൻഡുകളിലൊക്കെ 4 വീലേഴ്സ് ഒക്കെ ആയിട്ട് വന്ന് നമ്മളാ പറഞ്ഞ ഗംഗമ്മ ക്ഷേത്രത്തിന്റെ ഭാഗത്തൊന്നും ചെറിയൊരു ഭാഗമുള്ളൂ പാർക്കിങ്ങിന്. അത് കിട്ടിയില്ലെങ്കിൽ മറ്റ് മെയിൻ റോഡിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ ആണ്, പിന്നെ മാർക്കറ്റിന്റെ ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള മന്ത്രി സ്ക്വയർ മോളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. സിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു ഉബർ അല്ലെങ്കിൽ ഓട്ടോയോ ക്യാബോ വിളിച്ചിട്ട് ആപ്പുകളൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്തിട്ട് ഈ ക്ഷേത്രങ്ങളുടെ ഭാഗത്തോട്ട് വരാവുന്ന 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ സേഫ് ആയിട്ട് മന്ത്രി സ്ക്വയർ മോളിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇത് തൊട്ടപ്പുറത്തുള്ള നരസിംഹ ക്ഷേത്രത്തില് അന്ന് എന്തോ ഉത്സവം ഉണ്ടായിരുന്നു, അതിന്റെ രഥം കൊണ്ടുപോകുന്നതാണ്.
രാവിലെ പോയപ്പോൾ ഉള്ളതാണ്. ഒരുപാട് തവണ ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഏറ്റവും ബാംഗ്ലൂരിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളും വിശ്വാസപരമായിട്ടും ഒരു ചരിത്രപരമായിട്ടും ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ്. ഇതിപ്പോ നമ്മൾ വന്നത് ഉത്സവ സമയത്തല്ല, സാധാരണ ദിവസങ്ങളിൽ തന്നെ ഇവിടെ തിരക്കുണ്ടാവാറുണ്ട്. പക്ഷെ നവരാത്രിക്കൊക്കെ വരാണെങ്കിൽ സ്പെഷ്യലാണ്. ഒരുപാട് പരിപാടികളും ദീപാലങ്കാരങ്ങളും ഒക്കെ ഈ 4 ക്ഷേത്രത്തിൽ ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ പാർക്കിംഗ് സൂക്ഷിക്കുക, പാർക്കിംഗ് ആ ഭാഗത്ത് തന്നെ പാർക്ക് ചെയ്യാം. ഇതാണ് ഗംഗമ്മ ക്ഷേത്രത്തിന്റെ ഭാഗം. എന്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. ഈ ക്ഷേത്രമാണ് നവരാത്രിക്ക് ഭയങ്കര ദീപാലങ്കാരം ഉണ്ടാവുക. ഇത് നമ്മൾ ഫസ്റ്റ് പോയ ഞാൻ പറഞ്ഞ കാടു മല്ലികാർജുന ക്ഷേത്രത്തിന്റെ ഒരു ഈവനിങ് നമ്മൾ മുന്നിൽ പോയിട്ടുള്ള ഒരു വിഷ്വൽസ് ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ ആ ഫ്ലവർ മാർക്കറ്റ് കണ്ടുല്ലോ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഫ്ലവർ മാർക്കറ്റിന്റെ ആ റോഡിൽ തന്നെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ട്രീറ്റ് ഷോപ്പുകളുണ്ട്. പിന്നെ പണ്ടത്തെ സ്റ്റൈൽ രുചികളുള്ള ബാംഗ്ലൂർ കഫേ പോലുള്ള റെസ്റ്റോറന്റുകളൊക്കെ കാണാം. അപ്പൊ വരുമ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ബാംഗ്ലൂർ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഈ മല്ലേശ്വരം. ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. മറ്റ് 2 ക്ഷേത്രങ്ങളുടെ ലിങ്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നത് കാണാം. താങ്ക്